എടോ ചെങ്ങായി ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ. അതെ ഇത് കാഷ്വാലിറ്റിയാ. ഇവിടെ കിടന്ന് ഒച്ച എടുക്കട്ടെ എന്ത് കാര്യം? ഇവിടെ ഒച്ച എടുക്കല്ല, ഇവിടെ ഇത് ആൾക്കാരെ വരഞ്ഞ ഇപ്പം പറഞ്ഞ കാണാനല്ലേ. ഡോക്ടർ ഇപ്പൊ തന്നെ വരും. പല്ല് വെച്ചിട്ട് നിക്കണ് സഹിക്കാൻ പറ്റില്ല. എക്സ്റേ കാണിച്ചിട്ട് വേണം അടുത്ത ടെസ്റ്റിന് കൊണ്ടുപോകാൻ. ചേട്ടാ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? നിങ്ങൾ എല്ലാവരും വന്ന് ഇതുപോലെ ഒച്ച എടുത്തിട്ട് വല്ല കാര്യമാണ്? നിങ്ങൾ ക്ഷമിച്ചിരിക്കും അവിടെ. നിങ്ങൾ ബഹളം വെക്കല്ലേ പ്ലീസ്. ഇത് ഗവൺമെന്റ് ആശുപത്രി വെച്ചിട്ട് ഇപ്പൊ നോക്കണ്ടെന്നൊന്നുമില്ല. ഒക്കെ മനുഷ്യന്മാർ തന്നെയാണ് വയ്യാത്തവരൊക്കെ. ഏയ് അല്ലാ, പല്ല് വേനിച്ചിട്ട് ഒരു അക്ഷരട്ട് മിണ്ടാനും പറ്റണില്ല. നല്ലോലെ മിണ്ടുന്നുണ്ടല്ലോ. നല്ല ക്ലിയർ ആയിട്ട് മിണ്ടുന്നുണ്ടല്ലോ. അതിപ്പോ എത്തിയന്തരം ഇല്ലാണ്ടായ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? എന്താ എന്റെ അസുഖം? എനിക്കല്ല, ചേട്ടനാ ആക്സിഡന്റ്. അടുത്തല്ല, എനിക്ക് വലിയ വേനല്ലാത്ത. അതെ ക്ഷമിച്ച് നിൽക്കി. ഇതിലും വലിയ കേസ് ഇവിടെ വന്നേക്കണതാ. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ. ചേട്ടൻ അവിടെ പോയിന്ന് ഇരുന്നേ. ഓ മനസ്സിലായി. അണ്ടല്ലേ ഒക്കെ ഈ ജാതി മനസ്സിലായി. പനിയാണ്. ചേട്ടൻ അവിടെ പോയി ഇരിക്ക്. ചേട്ടാ നിങ്ങളെ കൂടി ഒച്ചയെടുത്ത് എനിക്ക് ശ്വാസം മുട്ട് കൂടും. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാ. ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ വരാന്നാ പറഞ്ഞത്. അത് ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ശരി, ഞങ്ങൾക്ക് പിന്നെ അത് മാറ്റി പറയാൻ പറ്റൂല. അതെ ഈ KL7 BR 7917 ബൈക്ക് ആരെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ? KL7 BR 7917 എങ്ങാട് തള്ളിക്കൊണ്ടുപോണേ. ഇതൊക്കെ സുഖമില്ലാത്ത ആളുകളാണ്. അങ്ങോട്ട് നീക്കി വെച്ചാൽ അങ്ങോട്ട് മാറ്റങ്ങള് ബാക്കിൽ പോയിട്ട് അവിടെ അതിന്റെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് വരണേണ് അങ്ങാട്. ഈ ബൈക്കാരെയാണ് ബൈക്ക്. KL7 BR 7917 ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ? ഞാൻ മാവന്റെ വീട്ടിലാണല്ലോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടത്. തന്നോടല്ലേടോ ഞാൻ അണ്ണാക്ക് പൊളിച്ച് ചോദിച്ചത്. എങ്ങനെ ചെവിയിലെന്താ പിണ്ണാക്കാണാ? ഞാൻ കേട്ടില്ലല്ലേ. ഞാനിപ്പോ ഇവിടെ ഫോണിൽ ഡോക്ടർ വരാത്തിന്. ഞാനത് ചവിട്ടിയാ കാണയിലിട്ടുണ്ട്, പോയി എടുത്തോ. ആ ബൈക്ക് കൊണ്ടുവന്നിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യണതിന്റെ അടുത്താണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണ. ഇവന്മാരുടെ പരിപാടി ഇതാന്നേ. അതെ അതെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. എന്താ ഇവിടെ ഉച്ചാകുമ്പോ വന്നിരിക്കാണ് കണ്ട ആൾക്കാർ ഇവിടെ. ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന, അല്ലാണ്ട് പൂരം കാണാൻ വന്നല്ല. അത് എവിടെ ഡോക്ടർ ഇല്ലല്ലോ ഇതിന്റെ ഉള്ളിൽ. ചേട്ടാ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയേക്കാണ്, ഇപ്പൊ വരും. ഇത് എന്ത് ഭക്ഷണം അപ്പൊ? അത് ആനേനെ മൂപ്പിൽ തിന്നണേ നേരായിട്ട് തീർന്നില്ലേ? എന്താണ് അസുഖം? നിങ്ങളുടെ അസുഖം എന്താ? എനിക്ക് പല്ലുവേനയാണോ? അത് സഹിക്കാൻ വയ്യാണ്ടാ ഞാൻ ഈ പറഞ്ഞത്. പല്ലുവേന ജലദോഷമോ തലവേദനയൊക്കെ ഉള്ളവര് നാളെ OP-യിൽ വന്ന് കാണിക്കും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ OP-യിൽ വന്ന് കാണിക്കുക പറഞ്ഞ നാളെ വരെ വേദന എന്റെ വാപ്പ തയ്ക്കും. മര്യാദക്ക് വർത്താനം പറയല്ല. ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവൂല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് തന്നെ ഉദ്ദേശിച്ചത്. എന്തായിരിക്കണോടെ പോയി എന്താ? എനിക്ക് മറ്റേ കണ്ണും പൊട്ടിക്കണ ഇരിക്കവിടെ. അല്ല ഇതെന്താ ഉദ്ദേശിച്ച? എന്റെ മക്കളെ കയ്യും കാട്ടി തന്നെ. ആദ്യം മര്യാദ പഠിക്കും. മര്യാദക്ക് സംസാരിക്കാൻ പറയാലോ. ഞാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവിടെ പോലീസിനെ വിളിക്കും. അവിടെ പോയി കുത്തിയിരുന്നാളെ ചങ്ങായി. നിങ്ങൾക്ക് പല്ലുവേദന ഭ്രാന്താണോ? നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അവിടെ പോയി പല്ല് വേദനിച്ചിട്ട് മനുഷ്യൻ അവിടെ ഇരിക്കണോ? വെറുതെ വന്നിട്ട് തലക്കെട്ട് കെട്ടിയിരുന്ന ഭ്രാന്താണ് ഞാൻ. അതെ താൻ അവിടെ ഇരുന്നേ. എല്ലാരോടും കൂടി പറയണേന്ന്. നിസാര പല്ലുവേദന തലവേദന ജലദോഷം ഒക്കെ ആണെങ്കിൽ നാളെ OP-യിൽ വന്ന് കാണും. ഇവിടെ അത്യാഹിത ആളുകളെ ചികിത്സിക്കാനിരിക്കുകയാണ് ഡോക്ടർ. എന്താ ഗുണ്ട? ഞാൻ 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ചേട്ടാ, ഞാൻ കുറെ കാലമായി ഇവിടെ ജോലി ചെയ്യണം. ഏതൊക്കെ ജാതി ആളുകളെ ഇവിടെ വന്നേന്ന് എനിക്കറിയാം. വെറുതെ ഇവിടെ കിടന്ന് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മരുന്ന് മേടിച്ചിട്ട് മുണ്ടാതെ പോകാം. നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. പോലീസോ? പോലീസിന്റെ അല്ല, ഈ വയസ്സിന് പോലീസിന്റെ ഈ അക്രമം കാണിക്കണേ. അന്നേക്കാൾ മുതിർന്ന കുട്ടികളുണ്ട്. എന്റെ കയ്യും കാലും അവര് തല്ലി മുറിക്കും. ഇക്കല്ലേ എന്റെ അച്ഛനെ വിളിച്ചത്? എന്ത്? എന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ ഞാൻ കളിച്ചത്. പിന്നെ ഈ പല്ല് തല്ലി വിളിക്കും പറഞ്ഞ അപ്പൊ ആജാതി വർത്താനം പറയണ്ട. മിണ്ടാതിരുന്നോടാ. മിണ്ടാതിരുന്ന കൈ കൊണ്ട് സംസാരിക്കണേ. അങ്ങാട് ഒതുക്കി വെക്കണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ ഇങ്ങനെ കാണിക്കാവോ? അതെ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. താൻ അവിടെ മര്യാദക്ക് അവിടെ നിൽക്കുക. അങ്ങനെ പറയരുത് കുട്ടിയെ. അങ്ങനെ പറയരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അന്തസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ.
പക്ഷെ ഇവിടെ ഇങ്ങനെയാ. ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അയാളായിട്ട് വർത്താനം പറഞ്ഞത് താൻ മിണ്ടായിരുന്ന അവിടെ ഇരിക്കും. ആന്നിച്ച് പറയരുത്. അവിടെ ഇരിക്കും. നിങ്ങളെ മാതിരിയുള്ള ചില ആൾക്കാരെ അവിടെ ഇവിടെ വെച്ചിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രി ആളുകൾക്ക് ഇതിനെ പറഞ്ഞ അങ്ങോട്ട് നീക്കി വെക്കണു ഈ സാധനത്തിനാ. കണ്ണില് ചോര കുറച്ച് മേടിച്ച് ഒഴുക്കിയതാനെന്നാ. ഇതിവിടെ എല്ലാരും സുഖമില്ലാത്തവര് വന്നിരിക്കണ. തന്റെ അച്ഛൻ ആദ്യമായിട്ട് വലിയ വന്നൊക്കെ അല്ല, നീക്കി വെക്ക്. നേരം വെളുത്ത് ഞാൻ ഇവിടെ ഒച്ച എടുക്കണതാ, അറിയോ? അതെ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അത്. ഇത് ഇവരുടെ സ്വന്തമാണെന്നുള്ള ഒരു ധാരണയാണ്. എന്റെ വാപ്പണ്ടാക്കിയത് ഇയാളെന്റെ കയ്യിൽ മേടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ സ്വന്തമാണ്, ഈ എന്റെ സ്വന്തം, ഈ ആരുടെ സ്വന്തം, ആൾക്കാരുടെ കൈ മേടിച്ചിട്ട് അതൊക്കെ ചെയ്യണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പല്ലുവേദന തന്നെയാണോ അതോ പ്രാന്താണോ അത്? അല്ല, എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കുക. താൻ അയാളെ ഇളക്കല്ലെടുത്ത് ആ മിണ്ടാതിരിക്കടോ. അണ്ണാക്കിലിട്ട് ഞാൻ കുത്തും. ഞാൻ മിണ്ടായിരിക്കടോ. സ്കൂട്ടർ മാറ്റിരിക്കാൻ പോയി. അവൻ വിളിച്ചു പറഞ്ഞിട്ടപ്പോ ഞാൻ വന്ന് കൈ മുറിഞ്ഞിട്ട് സീരിയസ് എന്നാണല്ലോ പറഞ്ഞു. എന്നിട്ട് എന്താ ഡോക്ടറെ കാണിക്കാത്ത ചോരയാണല്ലോ പോണത്. എന്ത് കാഷ്വാലിറ്റിയിലെ ഡോക്ടറില്ലാന്നോ? അതെന്താണ് ഇവിടെ ഡോക്ടറില്ലാത്ത? അത് ചോദിക്കാം. ലീവാണ് സാറേ. ലീവ് ഇതൊരു കാഷ്വാലിറ്റിയിലാണോ? എത്ര രോഗികളാണ് വന്നിരിക്കുന്നത്? ഇതിൽ സീരിയസ് ആയി പലരും ഉണ്ടാവില്ലേ? അവര് ജീവൻ എന്തായാലും പറ്റിയ ആരും ഉത്തരവാദിത്വം പറയാ? അല്ല, ഇപ്പൊ വരും സാറേ. എപ്പോ വരുന്ന്? നിങ്ങളുടെ സൗകര്യത്തിന് വരാനാണോ? ഒന്നര വിളിച്ചേ കാര്യം അറിയണല്ലേ? ഇതൊരു താലൂക്ക് ആശുപത്രി അല്ലേ? ഒന്ന് വെച്ചല്ലോ. ഇത്ര നേരം അവരെ ഡോക്ടർ ഊണ് കഴിക്കാൻ പോയി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ ലീവാണ്. എന്താണോ എന്ത് പറയാൻ? നമ്മളെന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നെഞ്ഞുവേനുള്ളവരുണ്ട്, അല്ല അറ്റാക്ക് ഉള്ളവരാണോ, ഗ്യാസിന്റെ അസുഖം തനിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇത് നമ്മളോട് പറഞ്ഞു. കുട്ടേട്ടൻ പറഞ്ഞ ആളുടെ മറ്റേ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ എത്തിയത്. അയാളുടെ കൈയും വെട്ടുകൊണ്ട് മുറിഞ്ഞിരിക്കുക, സ്റ്റിച്ചുണ്ട്, ബ്ലഡ് എത്ര പോയിട്ടുണ്ടാവും, അയാളുടെ തല ഇറങ്ങി വേണം എന്തെങ്കിലും പറ്റി ആര് സമാനം പറയും? അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവര് വന്ന് ചോദിക്കണം. എന്തൊരു ശുണ്ടിയായിരുന്നു അവനെന്നറിയാം സാറേ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ മെക്കെട്ട് കയറിയിരുന്നു. അതെ, എന്തായാലും സൂപ്രണ്ട് സാറെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കണം. ഇപ്പൊ ഡോക്ടർ വരണ്ടോ ഇല്ലെന്ന് അറിയട്ടെ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കയ്യാങ്കളിക്ക് വരുന്നവനെ വയസ്സിന് മൂത്തൊരാളാണ് ഞാൻ. 2 മണിക്കൂറായി ഈ വരിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണായി. 2 മണിക്കൂർ ഈ പല്ലുവേനയും അതിന്റെ ഇടയിൽ കൂടെ തൂറാനും കൂടി മുറ്റാനുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ചോ. ടോയ്ലറ്റ് ഉണ്ടല്ലോ. അല്ല, ഉണ്ട് പറഞ്ഞ ഈ വരിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മുമ്പെന്നാ പോയി കഴിഞ്ഞാൽ പിന്നിലുള്ളവര് മുമ്പിൽ കയറൂലേ. അപ്പൊ പിന്നിലുള്ള അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സഹിച്ചു നിൽക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്താ ഈ തട്ടി കയറണതേ. അത് നിന്ന് തിരിയണം. വരട്ടെ, നമുക്ക് ചോദിക്കാം. അതൊന്ന് ചോദിക്കണം നിങ്ങൾ. എന്തോടെ അച്ഛനെ നെഞ്ചുവേനാണ്. ഈ നെഞ്ചുവേനുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എവിടെ വരണുണ്ട്. എവിടാ വരണേ? പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമില്ലേ? എന്താ രാഹുൽ സാർ ഇവിടുത്തെ സൂപ്രണ്ടല്ലേ? അതെ. 2 മണിക്കൂറായിട്ട് ഇവിടെ നടക്കുന്ന ബഹളങ്ങൾ വല്ലതും അറിയണ്ടോ? ഇല്ല. ഇതിപ്പോ ഏതൊരു കാഷ്വാലിറ്റി അല്ലേ? അതെ. 24 മണിക്കൂർ ഡോക്ടർ വേണ്ട ഒരു സ്ഥലമല്ലേ ഇത്? അതെ. ആണല്ലോ. അതെ. ഇവിടെയുള്ള രോഗികൾ കണ്ട, നെഞ്ഞുവേനുള്ള രോഗിയുണ്ട് ഇവിടെ, കൈ മുറിഞ്ഞ് രക്തം മാറുന്നുണ്ട്, തല കറങ്ങിയിരിക്കുന്ന രോഗിയുണ്ട്. ഇവർക്കൊക്കെ കൃത്യസമയത്ത് ചികിത്സ കിട്ടണ്ടേ? അതിനെന്താ സംഭവിച്ചവർ? ഇപ്പൊ എത്ര നേരമായി ഇവിടെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇല്ല? അതെന്താ അന്വേഷിക്കാത്ത? ഡോക്ടർ വന്നില്ലേ? വന്നില്ല സാറേ. ഇപ്പൊ ശരിയാക്കാം. എന്തിപ്പോ ശരിയാക്കാം? ഇപ്പൊ ശരിയാക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഉടനടി വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളുടെ ജോലിയെ ബാധിക്കും ഇത്. ഇപ്പൊ ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ശരിയാക്കാം. നിങ്ങൾ ആരാ കുതിരോട്ടം പപ്പോ? ഒരു നേരം പറയില്ല തന്നെ ഇപ്പൊ ശരിയാക്കാ പറഞ്ഞോണ്ട് നടക്കണത്. കണ്ണായിട്ട് വന്നില്ല ഡോക്ടർ. അതെ, ഞാൻ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് വിളിക്കട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് അറിയണല്ലോ. അല്ല, ഇത് കംപ്ലൈന്റുകൾ ചെന്നാലേ ഇവരൊക്കെ ശരിയാകെ. സത്യം, ഞാൻ സുഗതനാണ്. ഞാൻ ഇവിടെ ആരെങ്കിലും ഒരാൾ ചോദിക്കാനും പറയാനും വേണേ. കാലൊതുക്കി വെക്കടാ. അത് ഡോക്ടർ വീണ്ടും വന്നാ നിങ്ങളൊരു മനുഷ്യനാണോ? എന്താണ് കാണിച്ചോളൂ? കാണലും ബൈക്ക് ഇട്ടത്, എന്റെ മിററും പോയി, ഹെഡ്ലൈറ്റും പോയി. എന്ത് കട്ടോടെ പാർക്കിംഗ് ഏരിയ ഇല്ല. ഇതാകുമ്പോ നടുക്കുകൊണ്ടെന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണം. എന്താ ഇങ്ങനെയാണ് ചെയ്യണത്? എന്തിങ്ങനെ ആംബുലൻസ് രോഗികളായിട്ട് കയറി സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ചേക്കണേ. ഇങ്ങനെയാണ്. ഇനി ഞങ്ങൾ മേലാലെങ്കിലും സൂക്ഷിക്കണം. ചെല്ലി ഇവിടെ നിന്ന് വെച്ചെടുക്കല്ലോ. ഇവനൊക്കെ പോലത്തെ വിവരമില്ല. എന്താ ഡോക്ടറെ ഒരു ക്ഷീണം?
ലേബർ റൂമിലൊക്കെ ഭയങ്കര തിരക്കാ. 2-3 കേസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. തിയേറ്ററിൽ പിന്നെ സുഖാന്ന വിചാരം. മടുത്തു ഞാൻ 2 ആളെയും വെച്ചിട്ട്. ഇനിയിപ്പൊ ആർക്കും ഇപ്പോഴൊന്നും പെയിൻ വരല്ലേന്നാ. മോഹൻ ഡോക്ടറെ, കാഷ്വാലിറ്റി ഡോക്ടറില്ല. അവിടെ പേഷ്യന്റ് വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നു. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാന്? എന്റെ ഡ്യൂട്ടി കാഷ്വാലിറ്റി പരിശോധിക്കലല്ല. ഞാനിപ്പോ തിയേറ്ററിൽ നിന്ന് വന്നേ ഉള്ളൂ. എന്റെ ക്ലിനിക്കിൽ പേഷ്യൻസ് കാത്തിരിക്കാണ്. അതൊന്നും ഞാൻ നോക്കണ്ടേ? എന്താ എന്നെ നോക്കണ്ട. ഞാൻ ഇപ്പൊ ലേബർ റൂമിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. 2-3 കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒന്ന് ക്ഷീണം തീർക്കായിരുന്നതാ. ഇപ്പൊ തന്നെ പോണം. എന്തിനാ റബ്ബേ ഈ ആൾക്കാർക്ക് പല്ല് കൊടുക്കണം ഇങ്ങനെ വേദനിപ്പിക്കാനാണെങ്കിൽ? പല്ല് കണ്ട കാലം തൊട്ട് പോത്തിറച്ചി എരുമറിച്ചിയും കടിച്ച് പറിച്ച് ഉള്ള പല്ലും കളഞ്ഞിട്ട് വന്നേക്കാണ് വേദന എടുക്കണം പറഞ്ഞു. സർക്കാർ ആശുപത്രി ഇങ്ങനെ കിടക്കുകയാണല്ലോ. മണ്ടു ഡോക്ടറെ, പ്ലീസ് ഇന്നത്തേക്ക് മാത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ ഡോക്ടറോട്. ഞാൻ ഇപ്പൊ കാഷ്വാലിറ്റി പോയിരുന്നു. അതെ, അപ്പോഴായിരിക്കും ലേബർ റൂമിൽ നിന്ന് വിളിക്കുക, പെയിൻ സ്റ്റാർട്ടായി നോട്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകണം. അപ്പോഴായിരിക്കും ഇവിടെ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു പേഷ്യന്റ് വരിക. ഇനി ഞാൻ ലേബർ റൂമിൽ നിൽക്കുമ്പോൾ ഈ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്സിഡന്റ് പറ്റിയ ആളുടെ ബന്ധുക്കളൊക്കെ കൂടി എന്നെ കൈവയ്ക്കും. സസ്പെൻഷൻ എനിക്ക് കിട്ടും. അതൊക്കെ പോട്ടെ, സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോയും ഫോട്ടോയും പ്രചരിക്കും. മണ്ടു ഡോക്ടറെ, ഒറ്റ ദിവസത്തേക്ക്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്, അല്ലാതെ എനിക്ക് കാഷ്വാലിറ്റി പോയി ഇരിക്കാൻ പറ്റില്ല. വേദന കൂടുതലാണല്ലേ? നമുക്ക് ഇവിടെ നിന്ന് കാര്യം നടക്കുന്ന ഒന്നല്ല, നമുക്ക് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം. ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കാര്യം നടക്കുന്ന ഒന്നല്ലേ, എന്നാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു രക്ഷയില്ല. നല്ല കേട്ടാ. നിങ്ങൾ വേറെ പണി നോക്കട്ടെ, ഇവിടെ വേറെ ഡോക്ടറെ കാണാൻ നോക്കും. ഇവിടെ കിടന്നിട്ടേ മയ്യത്താവുമ്പോ മയ്യത്തെടുക്കാനാ ഡോക്ടർ വരിക. അതിനായിട്ട് നല്ല ഏതെങ്കിലും ആശുപത്രിക്ക് പോവാൻ നോക്കിക്കോളി. പോണവര് പോയിക്കോട്ടാ, പോണവര് പോയിക്കോ. അപ്പൊ എന്റെ കുടുംബക്കാരെ മാത്രം കാണിക്കാമല്ലോ അല്ലെ? താലൂക്ക് ആസ്പത്രി ഉയർത്തിയിട്ട് 10-11 വർഷമായി. ഇതുവരെ ഒരു CMO വേക്കൻസി പോലും ക്രിയേറ്റ് ചെയ്തില്ല. ഡയറക്ടറോടോ DMOയോടോ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ഇരുട്ടോട്ട് ഒട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു 6 മാസം അതിന് സർവീസ് ഉണ്ട്. അതുവരെയെങ്കിലും ഒന്ന് പ്ലീസ് സഹായിക്കൂ. ആ 6 മാസത്തിനുള്ളിൽ സാറ് ഞങ്ങളെ സസ്പെൻഷനിലാക്കൂ? ആൾക്കാരെ തല്ലി കൊള്ളിക്കൂ? 6 മാസം കഴിയുമ്പോൾ സാറങ്ങ് രക്ഷപ്പെടും. ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കണം. അതന്നെ. തിരക്കുള്ളവരൊക്കെ പോയിക്കോ. ഡോക്ടർ വരും. ക്ഷമയുള്ളവരെ നോക്കും, തിരക്കുള്ളവര് പോകും. അത്രേ ഉള്ളൂ. ക്ഷമയുള്ളവരെ നോക്കാനുള്ളതാ ഡോക്ടർ, അല്ലാണ്ട് രോഗികളെ നോക്കാനല്ല. മണ്ടു ഡോക്ടറെ, നിങ്ങളൊന്ന് ഇരുന്ന് തന്നാ മതി, മറ്റൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേസ് വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിൽ വിട്ടാൽ മതി. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. സാറ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അറിയാ ഡോക്ടറെ. എന്നാൽ കാഷ്വാലിറ്റിയിൽ വന്നിരിക്കാന്ന് പറഞ്ഞാ ഒറ്റ ദിവസത്തേക്കല്ലേ? പ്ലീസ്, ഒരു ദിവസത്തേക്കല്ല ഡോക്ടറെ, പ്ലീസ്. അതെ, ഡോക്ടർ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കയറിക്കോ. എല്ലാരും കൂടി അവിടെ പോണേ. അവിടെ ഇരിക്കും. ഒരാൾ കയറും. ആദ്യം വന്ന് അവിടെ ഇരിക്കും. ഞാനവിടെ നിന്നായിരുന്നല്ലേ കുട്ടി. നിങ്ങൾ ആദ്യം ഒന്ന് ബാത്റൂമിൽ പോയിട്ട് പോയി. ഇവിടെ കിടന്ന് അലമ്പുണ്ടാകല്ലോ. അവിടെ ഇരിക്കും. കേറി ഇരിക്കട്ടെ. കേറി ഇരിക്കും. അവിടെ ഇരിക്കും. ആ കൊടയും കുന്തോന്നും അകത്തോട്ട് കൊണ്ടുപോകണ്ടോ? അവിടെ ചാരി വെച്ചാണ്. കുന്തന്റെ ഇല്ല, എന്റെ കൊടയുള്ളൂ. അങ്ങനെയാ? ചപ്പാത്തി ഉള്ളൂ. ആ ഫ്രിഡ്ജിൽ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടടാ മോനെ. അത് ആന്റിയോട് ഒന്ന് ചൂടാക്കി തരാൻ പറയും. ട്യൂഷന് പോണ്ടേ? അങ്ങനെ ട്യൂഷൻ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയിക്കോ. പോയിട്ട് തിരിച്ചു വന്ന വഴി ഒരു ഐസ്ക്രീം മേടിച്ചു കഴിച്ചോ. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്താ പറ്റിയത്? ഒരു കണ്ണുള്ളെങ്കിലും സ്വഭാവം നോക്കി. ഐസ്ക്രീമിന് വേണ്ടിട്ടെങ്കിലും ട്യൂഷന് പോടാ നീ. ചേട്ടാ വെയിറ്റ് ചെയ്യും, തരാം. കാല് ആക്സിഡന്റ് ഒടിഞ്ഞതാ. എന്റെ അല്ല, ചേട്ടന്റെ. ചേട്ടന്റെ. ഇങ്ങോട്ട് വരാൻ പറ്റില്ല പുള്ളിക്ക്. അതുകൊണ്ട് ഇപ്പൊ എന്തിനാ ഇത് കൊണ്ടുവന്നേ? പുതിയ എക്സ്റേ എടുത്തത് കൊണ്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു.
ആര്? ജേക്കബ് ഡോക്ടർ. ജേക്കബ് ഡോക്ടർ ഇവിടുന്ന് പോയി. പോയാ? ആ അപ്പൊ ഇതിന് ആര് നോക്കും? ഇതിന് ഒരു കാര്യം ചെയ്, ഡോക്ടർ മോഹനുണ്ട്. ഇന്ന് വേണ്ട, നാളെ ഒപ്പിയിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നാളെ ഒപ്പിയിൽ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഡോക്ടറിനെ അറിയില്ലേ? അല്ല, ഇത് കാലല്ലേ, ഞാൻ കാലല്ലല്ലോ. ഇതിലാവട്ടെ, അടുത്തേന് പോവാലോ. അമ്മേ, നല്ല വേദനയാണല്ലേ? ഇല്ല നല്ല സുഖം. എന്ത് പറ്റില്ല? അടിച്ചതാ. ചുമ്മാ നമ്മടം അടിച്ചതല്ല, ചെലവെടുത്ത് വീശിയതാ. ഞാൻ ഒഴിഞ്ഞു മാറിയോണ്ട് ഇത്രയായിട്ടൊക്കെ പറ്റി. വൈദ്യുതി വരുന്ന അങ്ങനെയാണേ, അപ്പൊ കൊടുത്തതാ. എന്റെ ചേച്ചി മുഖം പോകാൻ ഭാഗ്യം. മുഖം പോകുന്ന കോട്ട മാഡം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എല്ലാം കൂടെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് മൊബൈൽ പോലും നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ മൊബൈൽ നോക്കലേ ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? പിന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്ന പിന്നെ ആരും നോക്കി. പിന്നെ നല്ല ചേച്ചി തല്ലിയത് നോക്കട്ടെ. അതെ, ഞാനാണ് കയറേണ്ടത്. അടുത്തത് ഞാനാണ് കേട്ടോ. ഞാനാ കൊണ്ട് കേട്ടോ. അടുത്തത് ഞാനാണ്. എനിക്ക് പല്ല് വെച്ചിട്ട് വയ്യ. ഒരു ബോഡി കാണാൻ വേണ്ടിട്ടാ. ബോഡി കാണാനോ? അതിന് ഇവിടെ വന്നിട്ട് എന്താ ഏതെങ്കിലും അയലയില് പോയി നോക്കണ്ടേ? ആൾ മരിച്ചുപോയി. മരിച്ചത്. അതാ അന്ന് ഞങ്ങള് പോയിക്കോളി. എന്താ അപ്പൊ ഞാൻ കയറുന്ന നേരത്താണുള്ള സകല ആൾക്കാരും പറഞ്ഞു. എന്ത് കാതർച്ചി. പരമാവധി വായ അടച്ചു വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയെങ്കിലും അതൊന്ന് ശീലിക്കും. പോയിക്കോട്ടോ, മെഡിക്കൽ കോളേജിൽ പോയിക്കോ. ശരി. ശരി. ആ ശരി. പക്ഷേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. ദിവസം ഞാൻ പോകണ്ട. മന്മൻ സാർ പോട്ടെ, അടുത്ത എന്ത് വന്മാൻ സാറ്? എന്താ ഈ പറഞ്ഞ് പല്ല് വേണ്ടിട്ടായിരിക്കണേ? സാറ് കയറി കയറി. പല്ല് കഴിച്ചിട്ടാണെങ്കിൽ പല്ല് ഞാൻ ഇറങ്ങിയിട്ട് എടുത്തു തരാം. വേണ്ട എന്താ ഇജ്ജ് എന്ത് വർത്താനം? ഇത്ര നേരം ഞാൻ ഇരുന്നപ്പോ എനിക്കൊന്നും പറ്റിയില്ലേ? മിണ്ടാതിരിക്കും. അവന്മാര് ആളലമ്പാണ്, കച്ചറകളാണ്. കള്ള നായ്ക്കളും ഒക്കെ ഞാൻ കയറുന്ന നേരത്തെ തന്നെയാണല്ലോ എല്ലാം മരവ്. എന്താ പറ്റിയ? കാലിലെ ആരുമുണ്ട്. ആരും ഉണ്ടോ? എവിടെ എവിടെ എവിടെ? എവന്റെ കാലിലെ, ചെക്കന്റെ, എന്റെ അല്ല. എന്നാ പിന്നെ അയാൾ ഇരിക്കട്ടെ. എന്റെ മുമ്പിലാവും ഇരിക്കാറില്ല. ആരെവിടെ? എന്താ എടുത്ത് വെക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട്. ഇപ്പൊ താഴെ. അത് കുഴപ്പമില്ല. വേദനിപ്പിക്കല്ലേ. ഇതിപ്പോ എങ്ങനെ പറ്റിയത്? അതവന് കള്ളെടുക്കാൻ വേണ്ടി തെങ്ങിന്റെ കൊണ്ട് കയറിയതാ. അപ്പോഴേക്ക് കാലിൽ കയറി കൊണ്ട്. അതാണോ ജോലി? ജോലിയൊന്നുമല്ല, ചെറിയ പണികളാണ്. കൈകാലൊടിക്കല്, വെട്ട്, കൂത്ത്, പിന്നെ വേണ്ടി വന്ന് കഴുത്തും വെട്ടും, അങ്ങനെയൊക്കെ ചെറിയ പരിപാടിയാണ്. അതൊക്കെ അവിടെ വെക്കട്ടെ. ഇപ്പൊ ഇത് എന്താ ചെയ്യാൻ പറ്റുന്ന നോക്ക്. ഇത് ടി എടുക്കണം. എന്താ ടി എടുക്കണം? നിങ്ങൾക്ക് ഇവിടെ എന്താണ് പണി? നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? എടുക്കണം നമ്മളെ. അല്ല, അതാ ഞാൻ പറയണത്. ടി ഇഞ്ചക്ഷൻ എടുക്കണം, അല്ലെ പഴുത്ത് സെപ്റ്റിക് ആവും. ഇതിപ്പോ ഇഞ്ചക്ഷൻ എടുക്കണായാലും നിങ്ങൾ എടുക്കണം. അയ്യോ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. എന്താ? എനിക്ക് പേടിയാ. അവർ ഇഞ്ചക്ഷൻ പേടിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അത് ഇഞ്ചക്ഷൻ പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നഴ്സുമാര് നോക്കി എടുത്തോളും. വേദനിക്കൂലേ? ചെറിയൊരു ഉറുമ്പ് അടിക്കണ വേദന. അത് പറ്റില്ല. അവനെ ഞാൻ ഇതുവരെ ഒരു വേദന അറിയിച്ചിട്ടില്ല. വേദനയ്ക്കത് എടുത്തു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വേദനിക്കാതെ എങ്ങനെയാ? ഈ സൂചി കൊണ്ടല്ലേ ഇത് കുത്തണത്? അതെ. അല്ല, ഇത്ര വേദന, അത്രേ ഉള്ളൂ. അത് ആ വേദന വരരുത്. വേദന വരാതെ ഇഞ്ചക്ഷനും എടുക്കണം, ആരും എടുത്തു കൊടുക്കണം. അതിന് നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ മാസം സർക്കാരിന്റെ പൈസ വാങ്ങിക്കണം. എന്തിനാണ്? ഞങ്ങളെയൊക്കെ പൈസ ഇവിടെ എണ്ണി കൊടുക്കണുണ്ട്. സെസ് അതാണ് നിങ്ങൾക്ക് ശമ്പളം കേട്ടോ. അത് വെച്ചിട്ട് ഞങ്ങളെ അങ്ങോട്ട് പരിശോധിക്കും. നിങ്ങള് ഒരു കാര്യം ചെയ്യാം, ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം. നീ റെഫർ ചെയ്യാം? ഏത് റെഫർ ചെയ്തത്? ഫുട്ബോൾ കളി? അത് വേണ്ട. ഇവിടെ ഇപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആവശ്യം പല്ല് വേദനിച്ചിട്ടാ അങ്ങനെ.
ബഹളം ഉണ്ടാക്കണ്ട. എന്ത് ബഹളം ഉണ്ടാക്കണ്ട? ഇജ്ജിപ്പടെ കിടന്ന് വലിച്ചായിരുന്നല്ലോ. അപ്പൊ അവര് വന്നപ്പോ എന്റെ നാക്കിറങ്ങില്ല. കച്ചറ ടീമാണ്, നമുക്ക് പറ്റൂല അവരായിട്ട് ഇടപെടാൻ. അതുകൊണ്ട് അവന് വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കാതെ എടുത്തു കൊടുത്താൽ ഇന്ന് ഒരു ദിവസം വേണേലും ഞങ്ങൾ ഇവിടെ നിന്ന് സഹകരിക്കാം. ചെറിയൊരു ഇഞ്ചക്ഷൻ ആവുമ്പോ ചെറിയൊരു വേദന അത്രയും. അതല്ല, എന്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കളിയും വേണ്ട ഇവിടെ. അതും പോയി ഡോക്ടറോടൊന്നും പറയണ്ട കേട്ടോ. ഞാൻ പോണ്ടതിന്റെ ഇടയിലാണ് ഇപ്പൊ ആ ചെങ്ങായി. ഞാൻ തന്നെ തയ്ച്ചിട്ട് പല്ല് വെച്ചിട്ട് വയ്യാണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാപ്പൊ കേട്ടോളൂ. അതെ, കൊറേ നേരം എന്റെ പല്ല് വെച്ചിട്ട് ഞാൻ അവിടെ വെക്കണേ. ഇന്റെ ഊഴാണ് കടന്നു വരാൻ ഇടയിൽ വന്ന്. അല്ല, ഇത്രേ കാര്യമുള്ളൂ. ഓരോരുത്തരെ സമാധാനമായിട്ട് നോക്കണണ്ട. ക്ഷമയില്ലാത്തൊരു കാശ് മുടക്കി പോയി ചികിത്സിക്കട്ടെ. എന്തത് മനുഷ്യന്മാർക്ക് ഇവിടെ ചികിത്സ ഇജാന്റെ കാര്യം നോക്കാം. എത്ര വയസ്സായി പല്ല് എടുത്തിട്ട് പ്ലീസ് പ്ലീസ് നീ എന്റെ കൈ പിടിക്കുക. പ്രതിഷേധ സമരം സിന്ദാബാദ്. 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 നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂച്ചമുക്ക് താലൂക്ക് ആശുപത്രിയുടെ മുൻഭാഗത്താണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സും ജീവനക്കാരും ഈ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തകരും ചേർന്നുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇന്നലെ ഒരു പറ്റം അക്രമികൾ, സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഈ ജീവനക്കാരെ മർദ്ദിക്കുകയും ഡോക്ടേഴ്സിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല. പക്ഷെ ഇന്നിവിടെ അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്കും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രതിഷേധം രോഗികൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ മണ്ടോദരി. ഓക്കെ, ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ പേഷ്യൻസിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതുവരെ വേറെ ഒരു പരാതിയും ഞങ്ങൾക്കെതിരെ ഉയർന്നിട്ടില്ല. പക്ഷെ ആരൊക്കെയോ വന്നിട്ട് എന്തിനൊക്കെയോ ആൾക്കാരെ മർദ്ദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിച്ചിട്ട് പോകുന്നു. കാരണം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ലല്ലോ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, പ്രസവിക്കാൻ തയ്യാറായി എത്രയോ സ്ത്രീകൾ അകത്ത് കിടക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ. പക്ഷെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ ആശുപത്രി സുഗമമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഈ പ്രബുദ്ധരായ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം. നിങ്ങൾ ഒന്ന് നോക്കൂ, ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആണോ? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആരാണ് മർദ്ദിച്ചത്? എന്താണ് മർദ്ദിക്കാനുള്ള കാരണം? ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഈ ഒരു പുകമറ പോലെ ആയിരുന്നു. ഇപ്പൊ എന്താണെന്ന് നോക്കാൻ പറ്റുന്നതിന് മുമ്പ് അവന്മാരെന്നെ വളഞ്ഞിട്ട് തല്ലോട് തല്ലായിരുന്നു. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ രോഗികളായിട്ട് വരുന്നത്. അവരുടെ വേദന അവരുടെ വേദന എന്റെ പോലെ തന്നെ എടുത്തുകൊണ്ട് വളരെ നമ്മുടെ കുടുംബക്കാരെ പോലെ അവരോട് പെരുമാറിയിട്ട് ഡോക്ടറിനൊക്കെ അറിയാം, മണ്ടു ഡോക്ടറിനൊക്കെ അറിയാം. നമ്മൾ അവരോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ആനുവൽ ഡേയിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു തൊഴിലാളിയും കൂടിയാണ് ഞാൻ. അത് എന്നെയാണ് ഈ കോലമാക്കിയേക്കുന്നത്. ഈ മർദ്ദിച്ച ആളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും?
എനിക്കങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഉണ്ടായത് രാവിലെ സാധാരണ ഉള്ള പോലെ കാഷ്വാലിറ്റിയിൽ നല്ല തിരക്കായിരുന്നു. ആരാണെന്ന് കാരണം ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ ഈ ഒരാള് കാലില് മുറിവെന്നും പറഞ്ഞ് വന്ന് അവര് രണ്ടുപേരുണ്ടായി. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ട്. അത് കഴിഞ്ഞപ്പോ ഭയങ്കര നിലവിളിയാ കേൾക്കണ. ഞാൻ ചെല്ലുമ്പോ ഇവര് രണ്ടുപേരും കൂടി ഡോക്ടറെ മർദ്ദിക്കുകയാണ്. ഞാൻ പിന്നെ എന്റെ സർവ്വശക്തിയും എടുത്ത് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഞാൻ അവരെ നേരിടുകയും ചെയ്തു. പക്ഷെ മാരകായുധങ്ങളുണ്ടായി കയ്യിലുണ്ടായി. ഭയങ്കര മർദ്ദനം. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചു നിന്നെങ്കിലും പക്ഷെ ആള് കൂടി അങ്ങനെ എന്നെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. എന്റെ ഓർമ്മ ഒരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് താടിയുള്ള ഒരു ജുബിട്ട ഒരാളാണ്. അതല്ല കോയല്ലോ മന്മഥനല്ലേ കുട്ടാവുന്നത്. അവരുടെ പേര് പറഞ്ഞിട്ട് വേണം എന്നെ കൊല്ലാൻ. കോയാണ് തലേക്കെട്ട് കെട്ടിയിട്ട ആളാണ്. ആ പന്നിയാണ് എന്റെ ചെവി കടിച്ചുകൊണ്ടുപോയത്. പകുതി കടിച്ചുകൊണ്ട് വായിൽ കൈ വിരിച്ചു കളഞ്ഞ്. പിന്നെ നമ്മളെങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യും. താങ്കളും ഈ മർദ്ദനത്തിന് ഇരയായ ആളാണ്. അവന് ഓടിക്കളഞ്ഞ്. ഞാൻ ഓടിയല്ലോ ഫസ്റ്റ് തന്നെ. വലിയ ബുദ്ധിമുട്ടായിട്ടാ. ആംബുലൻസ് ഡ്രൈവർ ആണല്ലേ? അപ്പൊ അടി വന്നപ്പോ തന്നെ ഓടിക്കളഞ്ഞു. ഇന്ന് ഈ സമരം സൂചന മാത്രം, നാളെ ഈ സമരം ആരും പാടും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കോയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ചെവിയുടെ കഷ്ണം ഇരിപ്പുണ്ട് തന്നോന്ന് പറഞ്ഞ വായിലുണ്ട്. അദ്ദേഹത്തിന്റെ ചെവി കടിച്ചു പറിച്ചു. അതായത് വളരെ അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇവിടെ അഴിച്ചുവിട്ടത്. അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രോഗികളും അതുപോലെ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നവരെല്ലാവരും വളരെ ശക്തമായ ഇന്നീ സമരം സൂചന മാത്രം, നാളെ ഈ സമരം ആളിപ്പടരും. എന്ത് കഴിവുകേടാണ് ഈ പറയണത്? സമരം ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ സമരമില്ല. ഇന്നീ സമരം സൂചന മാത്രം, വൈകുന്നേരത്തുള്ളിൽ ആളിപ്പടരും. പ്രതിഷേധ സമരം സിന്ദാബാദ്. സാമൂഹ്യ വിരുദ്ധരുടെ അറസ്റ്റ് ചെയ്യുക. സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, എല്ലാവർക്കും HMC യോഗത്തിലേക്ക് സ്വാഗതം. താലൂക്ക് ആശുപത്രി നഗരസഭയ്ക്ക് കീഴിൽ വന്നതിന് ശേഷം നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതെല്ലാം പാതി വഴിയിലാണ്. നമ്മുടെ ആശുപത്രിയുടെ ചുക്കാൻ പിടിക്കുന്ന സൂപ്രണ്ട് രാഘവൻ സാർ ഏത് പ്രവർത്തനത്തിനും കൂടെയുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസം. ഇനി ആശുപത്രിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ രാഘവൻ, സൂപ്രണ്ട് രാഘവൻ നിങ്ങളോട് സംസാരിക്കും. ഈ ആശുപത്രിയുടെ ഭരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ നെറ്റി ചുളിച്ചിരുന്നു. ഇന്നിപ്പോ ഞാൻ അതിൽ ദുഃഖിക്കുന്നു. കാരണം നമ്മുടെ സത്യശീലൻ സാറിനെ പോലുള്ള നല്ല ഭരണസാരഥിയെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ആ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അദ്ദേഹത്തിന്റെ ഈ 2 വർഷക്കാലം നമ്മുടെ ആശുപത്രിക്ക് 2 മനോഹരമായ കെട്ടിടങ്ങൾ അദ്ദേഹം പണിതു തന്നു. മാത്രമല്ല നമ്മുടെ പഴയ രീതിയിലുള്ള ടോയ്ലറ്റ് വളരെ ഭംഗിയായി ഇടിച്ചു പൊടിച്ച് വളരെ ഭംഗിയായി മനോഹരമായ ടൈൽസ് ഒക്കെ പതിച്ച് നല്ല ഒരു കക്കൂസ് നമുക്ക് നിർമ്മിച്ചു തന്നു. അതുപോലെ ഒരുപാട് എണ്ണ ഞാൻ പറയുന്നില്ല. എപ്പോഴും ഈ ആശുപത്രിയെ കുറിച്ചുള്ള ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. അത് നമുക്കൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രവർത്തനത്തിന് എന്റെ ആശംസകൾ ഞാൻ അർപ്പിച്ചിട്ട് ഞാൻ ചുരുക്കുന്നു. മറ്റു കാര്യങ്ങൾ ഡോക്ടർമാർക്ക് പറയാനുണ്ട്. അതിനൊക്കെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം 2 നല്ല ബിൽഡിങ്, ടൈൽസ് വഹിച്ച ടോയ്ലറ്റ്,
അതൊക്കെയാണല്ലോ ഇപ്പൊ ആശുപത്രിക്ക് ആവശ്യം. അല്ലാണ്ട് ഇപ്പൊ അവിടെ ഡോക്ടറോ ജീവനക്കാരൊന്നല്ല ആവശ്യം. അല്ല സാറേ, അതിപ്പോ അങ്ങോട്ട് അപ്പോയിന്റ്മെന്റുകൾ വരാത്തത് കൊണ്ടേ ഞങ്ങൾക്ക് ജോലിഭാരം കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വരുന്ന രോഗികൾ, പാവപ്പെട്ട ജനങ്ങൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടത് ഡോക്ടറും അവർക്ക് വേണ്ട മരുന്നുമാണ് കൊടുക്കേണ്ടത്. അതിന് ഊന്നൽ കൊടുക്കാതെ 2-3 ബിൽഡിങ്ങുകൾ കോൺട്രാക്ടർമാരെ കണ്ടിട്ട് കെട്ടിപ്പൊക്കിയിട്ട് അത് ഞാൻ എനിക്ക് കൂടുതൽ കിടക്കില്ല. ഡോക്ടർമാരെ ഗവൺമെന്റ് നിയമിക്കേണ്ടതല്ലേ? അത് കിട്ടിയില്ലെങ്കിൽ ഭരണകർത്താക്കള് അതിന്റെ കുറവുകൾ നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. അതിന് വേണ്ട പ്രക്ഷോഭങ്ങളായിട്ട് ഇറങ്ങണം. അതാണ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്. ഇത് ഈ ഭരണം വന്നതിന് ശേഷമല്ലല്ലോ. നിങ്ങൾ ഭരിച്ചിരുന്നല്ലോ ഇവിടെ. നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? ഒരു ഡോക്ടറെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിയമിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഞങ്ങൾ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഡോക്ടർമാരിൽ പലരും റിട്ടയർഡ് ആവുമ്പോൾ അതിന് പകരം ഡോക്ടർമാരെ നിയമിക്കണം. അതെന്തുകൊണ്ട് നിയമിക്കുന്നില്ല? നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അടച്ചു പറയരുതെന്ന് ഞാൻ പറഞ്ഞ അതാണ്. നമുക്ക് അജണ്ടയിൽ നിന്ന് സംസാരിക്കാം. എന്റെ സൂപ്രണ്ടെ, ഞാൻ അജണ്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ഭംഗിയായി പോകണമെങ്കിൽ ഇവിടെ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടാം. അത് വേണമെങ്കിൽ 2-3 ആളെ നമുക്ക് നിയമിക്കാൻ പറ്റും. പിന്നെ അറ്റൻഡർമാരുടെ എണ്ണം കൂട്ടാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ എണ്ണവും നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. അതൊക്കെ പോലെ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണ്ട, അത് നമുക്ക് നേരിട്ട് നിയമിക്കാം. നേരിട്ട് നിയമിക്കാം. അപ്പൊ സ്വന്തം പാർട്ടിക്കാരനെ മുഴുവൻ കുത്തി നടക്കാലോ. എന്താ ഈ പറഞ്ഞു? എന്ത് പറഞ്ഞാലും ഈ സുഖം എങ്ങനെ പറയും? അതെന്താ അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങള്? എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാൻ. നമ്മൾ ഈ മീറ്റിംഗ് കൂടുമ്പോ എല്ലാവരും 40 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ എണ്ണ പലഹാരങ്ങള് നമ്മൾ ഈ മീറ്റിംഗ് ഒന്ന് ഒഴിവാക്കണം. അപ്പൊ അത് നമ്മളെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കിക്കണം. അല്ല, അത് കറക്റ്റ് കേട്ടോ. സൂപ്രണ്ട് പറഞ്ഞു കറക്റ്റാ. ഞാൻ വന്ന വഴിക്ക് ഈ പഴംപൊരി എടുത്ത് ഇതിലേക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ കൊഴുക്കട്ടല്ലേ, കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറയാം. അടയും നല്ല ആവിയിൽ ഉണ്ടാക്കുന്ന അരിഭക്ഷണങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അത് ഈ എണ്ണ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ നമുക്ക് രക്ഷ നേടാൻ പറ്റും. തുടിപ്പുട്ടല്ലേ ഡോക്ടറെ? അതെ സൂപ്രണ്ടേ, തുടിപ്പുട്ട് നല്ലതാ. തുടിപ്പുട്ടൊക്കെ ഉണ്ടായിക്കാം. അപ്പൊ അടുത്ത മീറ്റിംഗ് മുതല് നമ്മൾ ഈ വരുന്നവർക്കെല്ലാം അത്തരം ആവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അരിഭക്ഷണങ്ങൾ മതി അല്ലെ? അങ്ങനെ തീരുമാനിക്കാം. ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. അതിനെങ്കിൽ യോജിച്ചല്ലോ. അപ്പൊ ഡോക്ടറെ എന്താ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യണ്ട? ഇല്ല, ഒന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു.